ഇത് അയർലൻഡ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഐലൻഡിലെ വേനൽക്കാലം. ഓരോ യാത്രയിലും നമ്മൾ എന്താ കാത്തിരിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കാണത്തില്ല. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതൊരു സൈക്കിൾ റൈഡാണ്. അയർലൻഡിലെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് റിംഗ് ഓഫ് കെറി. ഈ റിംഗ് ഓഫ് കെറി മൊത്തം സൈക്കിളിൽ എക്സ്പ്ലോർ ചെയ്തതിനെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെ, നിങ്ങൾ പോരുമല്ലേ? ഇനി അയർലൻഡിൽ റിംഗ് ഓഫ് കെറിയെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് എൻ്റെ വക ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ഇതാണ് അയർലൻഡ് എന്ന് പറയുന്ന മനോഹരമായ ഐലൻഡ്. ഈ സൗത്ത് വെസ്റ്റേൺ അയർലൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മനോഹാരിതയിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ചതാണ്. ഞാൻ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിലുള്ള കോർക്ക് എന്ന് പറയുന്ന സിറ്റി. അവിടെ നിന്ന് വെസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ റിംഗ് ഓഫ് കെറി കാണാൻ പറ്റുക. വളരെയധികം മനോഹരമായ ക്ലിഫ്സും മൗണ്ടൻസും നിറഞ്ഞതാണ് ഈ സ്ഥലം. ഈ റിംഗ് ഓഫ് കെറിക്ക് ചുറ്റുമുള്ള ഈ സ്ഥലങ്ങളാണ് എൻ്റെ സ്റ്റോപ്പിംഗ് പോയിന്റ്സ്. അങ്ങനെ കോർക്കിലെ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ സൈക്കിൾ കയറ്റി വെച്ച് ഞാൻ യാത്ര തുടങ്ങി. നേരെ കിലാനി എന്ന് പറയുന്ന സ്പോട്ടിൽ ഇറങ്ങി റിംഗ് ഓഫ് കെറി റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ വെതർ ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ വെതറാണ്, നല്ല കിടുന്ന സൺഷൈൻ. I am here at the beautiful Rose Big Beach. The water is super cool. ഈ മൊത്തം റിംഗ് ഓഫ് കെറി എന്ന് പറയുന്നത് ഏകദേശം 250 കിലോമീറ്ററോളം വരും. ഈ റൈഡിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഇത് തീർക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ യാത്രയിലും നമ്മുടെ എക്സ്പീരിയൻസ് അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്യാൻ ഇതിലും നല്ലൊരു വേ ഓഫ് എക്സ്പ്ലോറേഷൻ ഇല്ല. അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ഡെസ്റ്റിനേഷൻ കഹേഴ്സിവിൻ. ഞാൻ വിചാരിച്ചതിലും മുന്നേ ഞാൻ കഹേഴ്സിവിനിലെ ഹോസ്റ്റൽ റൂമിലെത്തി. അടുത്ത ദിവസത്തെ കഹേഴ്സിവിനിലെ മോർണിംഗ് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ആ ദിവസത്തെ കാഴ്ചകൾക്കായി. സോ ഇന്ന് രാവിലെ കഹേഴ്സിവിൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ടൗണിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. റിംഗ് ഓഫ് കെറി ഏകദേശം ഒരു 8,000 സൈക്ലിസ്റ്റ് ഇന്ന് റിംഗ് ഓഫ് കെറി മൊത്തം കറങ്ങുന്നുണ്ട്, ഒരു ചാരിറ്റിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ പോർട്ട് മഗി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പോർട്ട് മഗിയിൽ എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള കെറി ക്ലിഫ്സ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഒരു രക്ഷയില്ല, കിട്ടില്ല വ്യൂ. ആ കെറി ക്ലിഫ്സ് ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. പോർട്ട് മഗിയിലെ കെറി ക്ലിഫ്സ് കണ്ട ശേഷം ഞാൻ നേരെ എത്തിയത് ബാലൻസ്കെലിക് ബീച്ച്. Really exciting. അങ്ങനെ സെക്കൻഡ് ഡേയിലെ ഡെസ്റ്റിനേഷൻ കിലിയനിലെ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അതിശയിപ്പിക്കുന്നതായിരുന്നു ഈ സ്ഥലം. റിംഗ് ഓഫ് കെറിയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു മൗണ്ടൻ വാലിയുടെ ഒത്ത നടുക്കാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് താമസിക്കുന്നതിൻ്റെ ആ ഫീല് ഒന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ മൂന്നാം ദിവസത്തെ റൈഡ് കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ച് ഓർത്തുള്ള എൻ്റെ ആ എക്സൈറ്റ്മെന്റ്. So I'm about to reach Daniel Beach, which was around 1.5 hours cycling from where I left today. So ഇന്ന് കെൻമെയറിലോട്ടാണ് പോകുന്നത്. കെൻമെയർ എത്തിയിട്ട് അവിടെയാണ് ഇന്നത്തെ സ്റ്റേ, ഡേ 3. ഇറ്റ്സ് സൂപ്പർ. ഞാൻ ഇപ്പോൾ ആ കാണുന്ന ആ ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് ഡെറിനെയിൻ ബീച്ച്. ഡാനിയലിലേക്കുള്ള വഴിയും എന്നെ ഒരുപാട് ആകർഷിച്ച ബീച്ച്. ഈ റൈഡിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബീച്ച്. Yeah, nice to meet you. This is day 4 of my trip, and right now I am in Kenmare. The trip will be ending today, and I'm going to Killarney National Park and going to hike to the mountain there. Let's see how Killarney looks like. അങ്ങനെ ഫൈനൽ ഡേയും എത്തി. Finally got to Moles Gap. It's really awesome. മൂന്നാം ദിവസത്തിലെ ഡെസ്റ്റിനേഷനായ കെൻമെയറിൽ നിന്നും രാവിലെ റൈഡിന് തിരിച്ച് മോൾസ് ഗ്യാപ്പിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ കിലാണി നാഷണൽ പാർക്കിലെത്തി. അങ്ങനെ കിലാണി നാഷണൽ പാർക്കിലെ ഒരു ഹൈക്കിംഗ് പോയിന്റിൽ വെച്ച് ഞാൻ ഈ യാത്ര അവസാനിപ്പിച്ചു. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. പക്ഷെ പ്രതീക്ഷ ചിലപ്പോഴൊക്കെ നല്ലതാണ്. It was a desire for me to go as deep as I could and get to know the feel of being in the wild. So, this is the story of a ride which happened in my life through some of the most amazing places in Ireland.
ലവ് അയർലൻഡ്. Day 2 of my cycle ride just started from the beautiful town Kerry, and it's a different climate this morning. It's a bit misty and cloudy. Now I land. It was really amazing landscape, so I put on my headphone and chilled. Eventually, it turned out to be an unique experience which I ever had in my life. Maybe I can recreate it later, but it would never be like that. പ്രതീക്ഷകളും യാത്രകളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. അടുത്ത യാത്രയ്ക്കായി കാത്തിരിക്കുന്നു. നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ട്രാമൽ.